അപ്പോൾ കാലത്തെയാണ് MLA എന്നെ വിളിച്ച് പറഞ്ഞ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ MLA വരാമെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ പിള്ളേരുടെ കാര്യമല്ലേ, നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. എനിക്കുമില്ലേ പിള്ളേർ, നിനക്കും ഉണ്ടല്ലേ പിള്ളേർ. സംഭവം ഇവരിപ്പോൾ സമരം ചെയ്യുന്നത് ആവശ്യമുള്ളൊരു കാര്യത്തിന് തന്നെയാണ്. ഞാനതല്ല, ഈ പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോൾ രാവിലെ എൻ്റെ വീട്ടിലെ തക്കളി ഞാനുമായിട്ട് ചെറിയൊരു പിണക്കത്തിലാണ് ഇറങ്ങിയ വീട്ടിൽ. അതെന്താ പ്രശ്നം? അവൾക്ക് സ്കൂളിൽ നിന്ന് മറ്റേ ടൂറ് പോകണം, നെയ്യാർ ഡാമിൽ. ഒരു കാര്യമില്ലാന്നേ, സ്റ്റഡി ടൂറെന്ന് പറഞ്ഞ പിള്ളേരെ വെറുതെ അവിടെ ഇവിടെ കൊണ്ട് കറക്കിയിട്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ടൂറിന് വിട്ടു, ഇപ്രാവശ്യം ടൂറിന് പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നളിയാ കൊച്ചല്ലേ അതിന് ഇപ്പോഴല്ലേ അളിയാ ടൂറിനൊക്കെ വിടുന്നത്. അല്ലെ കൊച്ചെന്ന് പറഞ്ഞാൽ അത് പെങ്കൊച്ചാണ്, ആ കാര്യം നീ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ വർഷം ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ ടൂറിന് വിട്ടു. ഇപ്പോൾ അവൾ പഴയ പോലെ അല്ല. പിള്ളേർ പെൺപിള്ളേരെയൊക്കെ ഒരു കണക്കിന് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാവും, കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. അതെ, പെൺകുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ അവർക്ക് നമ്മൾ താലോലിച്ച് നമ്മൾ കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴാണ് രക്ഷിതാക്കൾ അവരെ താലോലിച്ച് കൊണ്ടു നടക്കുന്നത്. നിനക്ക് 2 ആമ്പിള്ളേരല്ലേ, അതുകൊണ്ട് നിനക്കത് പറയാൻ സാറേ. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാൻ അവളെ പറഞ്ഞില്ലേ, കുറച്ച് അടുപ്പ് ഒതുക്കുകയും ചിട്ടയോട് കൂടി തന്നെ വളരണം. ഇപ്പം ഈ പിള്ളേർ സമരം ചെയ്യുമല്ലോ, ആവശ്യമുള്ളൊരു കാര്യത്തിൽ നമ്മൾ സമരം ചെയ്തിട്ട് ഞാൻ അതിനെ എതിർക്കൂല. പക്ഷേ ഈ ടൂർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഫാമിലിയായിട്ട് എല്ലാവരും ടൂർ പോകുമല്ലോ. ഞാൻ എവിടെയെല്ലാം ടൂർ പോകുമല്ലേ. എൻ്റെ അളിയൻ്റെ അടുത്ത് പറഞ്ഞു ചോദിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. പക്ഷെ ആ കൊച്ചിനൊന്ന് ടൂർ വിടുന്നതിന് എന്തുകൊണ്ട് കുഴപ്പം? നിനക്കാന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ഒരു പെങ്കൊച്ചിൻ്റെ തന്തയായിരുന്നേ നീ ഇത് പറയില്ലായിരുന്നു. അപ്പോൾ പെമ്പിള്ളേരെ ഞാൻ പറയില്ല, അങ്ങനെ പറഞ്ഞ ഉടനെ അങ്ങനെ വിടാനൊന്നും പാടില്ല. ഇനി അവൾ കല്യാണം കഴിഞ്ഞാൽ അവളെ കെട്ടിയും കൊണ്ടുപോട്ടെ ടൂർ. ഞാൻ തങ്കത്തിനെ ഇവിടെ എല്ലാം കൊണ്ടുപോകും. നീ തങ്കത്തിനെ കൊണ്ടുപോകുന്ന ഇവിടുന്ന് പാലക്കല്ലേ കൊണ്ടുപോകുന്നത്, അവിടെ തിരിച്ചു ഇങ്ങോട്ടും കൊണ്ടുവരും. ഇവിടെ പാല എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നിനക്ക് അറിഞ്ഞുകൂടാത്തണ്ട. അവിടുത്തെ ആ റബ്ബറിന്റെ കാറ്റും അവിടുത്തെ ആ കുളിരും അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു സ്നേഹവും അതൊക്കെ ഒന്ന് വേറെ തന്നെ. പാല ഇപ്പൊ മൂന്നാറൊന്നും അതിന്റെ മുമ്പേ വരൂല. ആ റബ്ബറിന്റെ കാറ്റും ആ റബ്ബറിന്റെ മണമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര. വാ വാ വാ. ഒത്തിരി എണ്ണ ഇട്ടെങ്കിൽ നീ പോവാണോ? ഇറങ്ങിടി. കഴിക്കല്ലേ? വാ. ഞാൻ കഴിച്ചായിരുന്നു, അവരുണ്ടാക്കി വെച്ചിട്ടല്ലേ പോയത്. ദേ പുട്ടുണ്ട്, നല്ല ഒന്നാന്തരം പുട്ടും നല്ല നാടൻ ഏത്തപ്പഴം. വാ. വേണ്ട, ഞാൻ കഴിച്ചു. എന്ത് പണി, നിനക്ക് പുട്ട് ഇഷ്ടമാണല്ലോ. വാടാ. പുട്ട് വേണ്ട, പഴം കിടത്തോ. എന്തോ പഴം കിടത്തോ? നാടൻപഴല്ലേ? നാടൻ പഴമൊക്കെയാണ്, പുട്ടിന്റെ കൂടെ തിന്നാക്കി തരാം. നിർബന്ധം, നീ പഴം ഇതാ പഴം പുതിയ പഴുത്ത പഴമാണി. അല്ലടാ, ഇവിടെ ഏത്തക്ക പച്ച ഏത്തക്കായ പുട്ടിന്റെ കൂടെ തിന്നണേ. അല്ല, പഴുത്താണെങ്കിൽ മതിയായിരുന്നു. ഇതിന് ചെറുതില്ലായിരുന്ന? ചെറുതാടാ, നാടൻ കായല്ലേ. എന്നിട്ട് എന്ത് പോ ഇത്ര പോരടി, നല്ല പഴുക്കാത്തോണ്ട് കൊണ്ടൊന്ന് തിന്നണ്ട, ഞാൻ തിന്നോളാം. പതുക്കെ വിഴുങ്ങ്. ഉച്ചക്ക് വരില്ലേ നീ? ഹലോ, ഹംസക്ക, ഞാൻ വീട്ടിലുണ്ട്. മക്കളെ എന്തു പറ്റിയതാ? ശരി ശരി, ഞാൻ വരുന്നു. തക്കളി ഹംസക്കയുടെ കട അവിടെ നിൽക്കുന്നു. അല്ല, അവളവിടെ നിന്ന് കരയാ. ആളൊക്കെ കൂടിയിരിക്കുന്നു. നീ വരണ്ട, ഞാനല്ലേ പോകുന്നത്. ഞാൻ പോവല്ലേ, എന്തുകൊണ്ട് ഞാൻ വിളിച്ചോളാം നിന്നെ. നീ സമാധാനിട്ടിരിക്കേ, വേറെ കുഴപ്പമൊന്നുമില്ല. അവിടെ നിൽക്കല്ലേ, കയറണമെന്നേ ഉള്ളൂ. വേറെ എന്തെങ്കിലും കാര്യം നീ അവിടെ നിന്നില്ലേ, ഞാൻ എന്തെങ്കിലും വിളിച്ചോളാം. ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ നിറയെ പിരിവ് തുടങ്ങാനുള്ളതാണ്. ചുമ്മാ ഒരു കാര്യത്തിന് ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ശരിയാവില്ല കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ആ പ്രസ് കൊടുക്കരുതെന്ന്. ഇവൻ കൊടുത്ത പ്രസ് ലേറ്റാണ്. ഇവിടെ എന്തിനാ വിളിക്കണേ? അതങ്കം പോലീസ് സ്റ്റേഷൻ തക്കളിയോ? ഹലോ, അതെ, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം. നിങ്ങൾ ഞാൻ വന്നിട്ട് പറയാം. നിങ്ങൾ കാര്യം ചെയ്യും, പാർട്ടി ഓഫീസിലോ. അതെ, നടായ നിന്റെ കാശ് കൊടുത്തേക്ക് കേട്ടാ. പൈസ ഇല്ല. എന്തുകൂടെ രാവിലെ ഇറങ്ങിക്കോണം. ഞാൻ കൊടുത്തോളാം.